കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് കുടുംബജീവിതം ജീവിക്കുന്നത്. അപ്പോൾ 2 തട്ടിൽ നമുക്ക് കുടുംബജീവിതങ്ങളെ, കിങ്ഡം ഫാമിലി ഇല്ലേ, നമ്മൾ ഈ കിങ്ഡം ഫസ്റ്റ് ചർച്ചിനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ആദ്യം ഒന്ന് പറയാം, ആദ്യം സ്തോത്രം, ആദ്യം ദൈവരാജ്യം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, സീക്ക് ye first the kingdom. ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിൽ, ആ തത്വങ്ങളിൽ, ആ സംവിധാനത്തിൽ അല്ലേ, ആ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന കുടുംബജീവിതമാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കുടുംബജീവിതമാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളൊരു കുടുംബജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സ്തോത്രം, ആ ഒരു മാധുര്യവും സ്വർഗതുല്യമായ നാം ആഗ്രഹിക്കുന്ന, സങ്കല്പിക്കുന്ന അങ്ങനെ ഒരു കുടുംബജീവിതം സാധ്യമാകുകയുള്ളൂ. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? നമുക്കൊരു ചോദ്യം ചോദിക്കാം, അങ്ങനെ ഒരു കുടുംബജീവിതമാണോ ഞാൻ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആ കുടുംബജീവിതത്തിലേക്ക് ലെറ്റ്സ് കം ബാക്ക് ടു ദ കിങ്ഡം മാരേജ്, കിങ്ഡം ഫാമിലി. സദൃശവാക്യം 24 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിയേ. ജ്ഞാനിയായ സലോമോൻ പറയുകയാണ്, ഒരു ഭവനം അല്ലെങ്കിൽ ഒരു കുടുംബം, ദൈവരാജ്യത്തിൻ്റെ ഒരു കുടുംബം, ഒരു കിങ്ഡം ഫാമിലി, കിങ്ഡം കപ്പിൾ, കിങ്ഡം മാരേജ്, അത് പണിയപ്പെടണമെങ്കിൽ 3 ഘടകങ്ങൾ ആവശ്യമാണ്. സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മൾ വിവാഹബന്ധത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ എല്ലാ കല്യാണങ്ങളും, എല്ലാ പാസ്റ്റർമാരും, എല്ലാ സ്ഥലങ്ങളിലും സഭാവ്യത്യാസം തന്നെ കുടുംബജീവിതം ശിഥിലമായി തീരുകയാണ്. ദാമ്പത്യ ബന്ധങ്ങൾ ബ്രേക്കപ്പ് ആകെ, കല്യാണം കഴിക്കുന്നു, പെട്ടെന്ന് തന്നെ സമ്മർദ്ദങ്ങൾ വരുന്നു, വിഷയങ്ങൾ വരുന്നു, കൊടുങ്കാറ്റുകൾ വരുന്നു, ഇതെല്ലാം അങ്ങ് തകരുകയാണ്, ബന്ധങ്ങൾ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവദാസിമാരെല്ലാം പ്രീമാരിറ്റൽ ക്ലാസ്സസും ദൈവരാജ്യത്തിൻ്റെ ഈ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ, മൂല്യങ്ങൾ അതെല്ലാം പഠിപ്പിച്ച് സ്തോത്രം അവരെ ബോധ്യവാന്മാരാക്കി പിന്നെ വിവാഹബന്ധത്തിലേക്ക് സ്തോത്രം അവർ പ്രവേശിക്കുന്ന ഒരു കാര്യമാണ്. So it takes more than love to build a healthy, heavenly and a happy kingdom marriage, kingdom family. Hallelujah. ആ സത്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് പ്രവേശിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് വേണം? സലോമോൻ എന്താ പറയുന്നത്? ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. ബൈ വിസ്ഡം a house is built. എന്തുകൊണ്ടാണ് അത് സ്ഥിരമാകുന്നത്? വിവേകം കൊണ്ട്. ബൈ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. 3 പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികൾ നിറഞ്ഞു വരുന്നു. ഹല്ലേലൂയ. സോ ഇറ്റ് ടേക്സ് മോർ ദാൻ ലവ്. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു കുടുംബജീവിതം, അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. എങ്ങനെയാണ് ഒരു ഭവനം, നല്ല കുടുംബജീവിതം പണിയപ്പെടുന്ന അനുഗ്രഹീതമായ ശക്തമായ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതം പണിയണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വേണം, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് ഐഡിയ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ സെമിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ, വചനം, സ്തോത്രം, മൂല്യങ്ങൾ അത് പഠിച്ച് അതിൽ നടക്കുമ്പോഴാണ്, അതിൽ അഭ്യസിപ്പിക്കപ്പെടുമ്പോഴാണ് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആരോഗ്യകരമായ, സഫലമായ, സ്വർഗതുല്യമുള്ള ഒരു കുടുംബജീവിതം നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. നമുക്കൊന്ന് പറയാം, ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള സെമിനാറുകളിൽ, ക്ലാസ്സുകൾ, ഫാമിലി ക്ലാസ്സുകളിൽ എന്താ സംഭവിക്കുന്നത്? കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ, മൂല്യങ്ങൾ നമ്മളിലേക്ക് ദൈവം അയക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മാത്രം ഹല്ലേലൂയ വെളിച്ചം ലഭിക്കുന്നുവോ, വചനത്തിൻ്റെ സത്യം ലഭിക്കുന്നുവോ, വെളിപ്പാടുകൾ ലഭിക്കുന്നുവോ, ഹല്ലേലൂയ, അത്രമാത്രം ഹല്ലേലൂയ നമ്മുടെ ഭവനം നമുക്ക് ദൃഢമായി പണിയുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആദ്യം എന്ത് വേണം? നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ. സ്തോത്രം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വിള്ളലുകൾ ഉണ്ടാകുന്നത്? എന്താണ് സ്തോത്രം? വിവാഹത്തിന് മുമ്പേ ഭയങ്കര സ്നേഹമാണ്, ചങ്കെ, പൊന്നെ, ഇല്ലേ, ചക്കര എന്നൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ലവാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ലവുമില്ല, ഒന്നുമില്ല. സ്തോത്രം. ഒരുമിച്ച് അവർ താമസിക്കുന്നു, നോക്കുന്ന പോലുമില്ല, ഇല്ലേ, അച്ചാച്ചൻ ചിന്തിക്കുന്ന പോലെയല്ല, അല്ലേ. അപ്പോൾ കുടുംബജീവിതത്തിൽ എന്താ? സമർത്ഥങ്ങൾ ഉളവാകുക. അതിൻ്റെ കാരണം ഒരു ഭാര്യയും അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പണിതെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വി നീഡ് നോളജ് എന്ന് പറഞ്ഞേ. നോളജ് അല്ലെങ്കിൽ ജ്ഞാനം, അല്ലെങ്കിൽ പരിജ്ഞാനം എന്നാണ് നോളജ്. പരിജ്ഞാനം, ഇല്ലേ, പരിജ്ഞാനം വേണം കാര്യങ്ങളെക്കുറിച്ചുള്ള വിസ്ഡം. ആദ്യം ഫസ്റ്റ് നോളജ്, അല്ലേ. നോളജ് എന്ന് ഇൻഫർമേഷൻ, അല്ലേ. ദൈവവചനത്തെക്കുറിച്ചുള്ള
വെളിച്ചമില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരംഭിക്കാനും കഴിയത്തില്ല. 2, ഇൻഫർമേഷൻ മാത്രം പോരാ, റെവലേഷൻ നോളജ് മാത്രം പോരാ, അത് നാം ഗ്രഹിക്കണം. അണ്ടർസ്റ്റാൻഡിങ്, വിവേകം വേണം. ദൈവത്തിൻ്റെ വചനം വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നില്ലേ, ഇങ്ങനെയാണ് ഒരു ഭർത്താവിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തമുള്ളത്, ഇങ്ങനെയാണ് സഫലമായ ഒരു കുടുംബ ജീവിതം, ഇല്ലേ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, അവന് നന്മ വരും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനല്ല, കരം ഉയർത്തി പറയാം. ഇന്ന് പുരുഷന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പുരുഷനാണ് കുടുംബത്തിൻ്റെ തലയായിരിക്കുന്നത്. ആ ഭാഗങ്ങളിലേക്ക് ഞാൻ ആമുഖമായ കുറച്ച് കാര്യങ്ങൾ, അല്ലേ? ഒരു പുരുഷന് വലിയ ഉത്തരവാദിത്തമാണ് കുടുംബത്തിൽ. ഒരു കുടുംബ ജീവിതത്തിൻ്റെ ജയവും പരാജയവും നിർണയിക്കുന്ന ആരാ? സ്തോത്രം, ആ കുടുംബത്തിൻ്റെ നായകനും നാഥനും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വലിയ ഉത്തരവാദിത്തമാണ്. ദ ഹസ്ബൻഡ് ദ ഹെഡ് ഓഫ് ദ ഹൗസ്. ഹല്ലേലൂയ. ഒരു പുരുഷനെ ദൈവം ഒരു പുരോഹിതനായി, തൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രവാചകനായി, തൻ്റെ കുടുംബത്തിൻ്റെ ഒരു രാജാവായി. ദ ഹസ്ബൻഡ് ഈസ് ദ പ്രീസ്റ്റ്, കിങ് ആൻഡ് ദ പ്രോഫറ്റ് ഓഫ് ഹിസ് ഹൗസ്. ഹല്ലേലൂയ, ആമേൻ. തൻ്റെ ഭാര്യയുടെ മേൽ, തൻ്റെ മക്കളുടെ മേലൊക്കെ ദൈവം ആ ഒരു സ്ഥാനത്ത് ദൈവം ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പുരുഷൻ അത് അറിയത്തില്ലെങ്കിൽ, മിക്ക പുരുഷന്മാർക്ക് അത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഉത്തരവാദിത്തം എടുക്കുകയില്ല. ഭാര്യമാരെല്ലാം യോഗത്തിന് വരും, അവർ ആരാധനയ്ക്ക് വരും, സഭായോഗത്തിന് വരും, അവർ പ്രാർത്ഥിക്കും, ഉപവസിക്കും, ഭർത്താവിനെ കാണാനേ ഇല്ല. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ, പ്രമാണങ്ങൾ അനുസരിച്ച് ജയകരമായ ഒരു കുടുംബജീവിതം ജീവിക്കണമെങ്കിൽ ആരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്? ഹൂ ഈസ് ദ ലീഡർ, ദ സ്പിരിച്വൽ ലീഡർ ഓഫ് ദ ഹൗസ്? ഇന്ന് പല കുടുംബങ്ങളിൽ ഭാര്യയാണ് മുമ്പോട്ട് നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ക്രമം എന്താണ്? ആ ദൈവിക ക്രമം എന്താണ്? ദ ഹസ്ബൻഡ് ഈസ് ദ സ്പിരിച്വൽ ലീഡർ. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി സത്യങ്ങൾ, വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ വഴികൾ നാം പഠിച്ചെടുക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെയൊന്നും എനിക്ക് ആയിത്തീരുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എവിടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഉത്തരവാദിത്വം എടുക്കുന്നത്? എവിടെയാണ് ഞാനൊരു ആത്മീയ നേതൃത്വം എൻ്റെ കുടുംബത്തിൽ എടുക്കുന്നത്? എവിടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പുരോഹിതനായി, പ്രവാചകനായി, എൻ്റെ കുടുംബത്തിൻ്റെ ആ രാജാവ് കർത്തൃത്വം എടുക്കുന്ന പോലെ? കർത്താവേ, എനിക്കതൊന്നും അറിയത്തില്ലല്ലോ. സ്തോത്രം. ആ കരമുയർത്തി പുരുഷന്മാരൊന്ന് പറയണേ, കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വഴികൾ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വെളിച്ചം തരണമേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാക്കളെ തരണമേ കർത്താവേ. ഹല്ലേലൂയ. നല്ലൊരു കുടുംബജീവിതം പണിഞ്ഞെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അത് ഞങ്ങളെ നന്നായി ഒന്ന് ഗ്രഹിപ്പിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തിയിൽ അത് സാധ്യമല്ല പരിശുദ്ധാത്മാവേ. പക്ഷെ അങ്ങ് ഞങ്ങളിലൂടെ, ഹല്ലേലൂയ, അത് ചെയ്തെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനം, പരിജ്ഞാനം, സ്തോത്രം. അപ്പം ജ്ഞാനവും പരിജ്ഞാനവും മാത്രം പോരാ. മൂന്നാമതെന്താ? പരിജ്ഞാനവും വിവേകം മാത്രം പോരാ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നാം ഗ്രഹിച്ചതും പഠിച്ചതും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രായോഗിക ജീവിതത്തിൽ നമ്മളതിനെ ചെയ്തു തുടങ്ങണം. ഹല്ലേലൂയ. ഇല്ലേ? ചെയ്തു തുടങ്ങണം. ചെറിയൊരു ഉദാഹരണം. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. ആദ്യം വിവാഹത്തിന് മുമ്പേ ഭയങ്കര സ്നേഹമാണ്. ദർ ഇസ് എ ഫീലിംഗ് ഓഫ് ലവ്, അല്ലേ? ഭയങ്കര റൊമാൻസാണ്. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? നോക്കി, ഒത്തിരി പേരുണ്ട്. സ്തോത്രം. വിവാഹം നിശ്ചയിച്ചു, അങ്ങനെ പറയാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ഫ്രീ ആകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ, ഭയങ്കര എല്ലാ ദിവസവും എന്താ, ഫോൺ വിളിയാണ്, കാണണം, ഒത്തിരി സംസാരിക്കണം, ഒത്തിരി സ്നേഹം. എടി, എനിക്ക് നിന്നോട് ഒത്തിരി ഇഷ്ടമാടി. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പുരുഷന്മാർ ഭയങ്കര സ്നേഹമാണ്, ഭാര്യമാർക്കും ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ സ്തോത്രം. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്നേഹമൊക്കെ അങ്ങ് കുറയുന്ന പോലെ, പിന്നെ ഫീലിംഗ് ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാസ്റ്ററിനോട്, കൗൺസിലേഴ്സിനോട് സാധാരണ സ്ത്രീകളും പുരുഷന്മാരും ഭാര്യ ഭർത്താവൊക്കെ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന ആ സ്നേഹം നഷ്ടപ്പെട്ടു. വി ഹാവ് ലോസ്റ്റ് അവർ ലവ്. എന്താ സാധാരണ കേൾക്കുന്ന ഇപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു എന്താ റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ഒരു മുറിയിലാണ് ഞങ്ങൾ. പക്ഷെ സ്നേഹത്തിൻ്റെ എന്തില്ല, ഫീലിംഗ് ഇല്ല. എന്തില്ല? ഫീലിംഗ് ഇല്ല. സ്നേഹത്തിനൊരു ഫീലിംഗ് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടപ്പം തോന്നുന്നില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം തോന്നില്ല, ഒരു കണക്ഷൻ തോന്നുന്നില്ല. ദ ഫീലിംഗ് ഓഫ് ലവ് ഹാസ് ഗോൺ. പക്ഷെ നമുക്ക് സത്യം മനസ്സിലാക്കിയാൽ എല്ലാ വിവാഹത്തിൻ്റെ ഫീലിംഗ് കൂടും കുറയും. പക്ഷെ സ്നേഹം ഒരു ഫീലിംഗ് അല്ല. എന്തല്ല? ഫീലിംഗ് അല്ല, ഒരു ഇമോഷൻ മാത്രമല്ല. ചിലപ്പോൾ ഭയങ്കര സ്നേഹത്തിൻ്റെ ഫീലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഫീലിംഗ് ഒട്ടുമേ ഇല്ലായിരിക്കാം. ഇതെല്ലാം ഒരു വിവാഹ ജീവിതത്തിൽ സർവ്വസാധാരണമായ കാര്യങ്ങളാണ്. ആ സ്നേഹത്തിൻ്റെ ഫീലിംഗ് നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷെ സ്നേഹം എന്താണ്? എന്താണ് സ്നേഹം? എപ്പോഴെങ്കിലും സ്നേഹത്തിൻ്റെ ഫീലിംഗ് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, സ്നേഹം എന്താണ് നാം തിരിച്ചറിഞ്ഞാൽ, ഒരു കുടുംബജീവിതത്തിൽ സ്നേഹം എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥമായി നാം മറ്റുള്ളൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് സ്നേഹം. ഇറ്റ്സ് ദി അൺസെൽഫിഷ് കൈൻഡ് ആക്ട്സ് ദാറ്റ് വി ഡു ഫോർ ദി അതർ പേഴ്സൺ. നിസ്വാർത്ഥമായി ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ പങ്കാളിയോട് ആ സ്നേഹം, എൻ്റെ സ്നേഹം, ആത്മാർത്ഥമായ എൻ്റെ സ്നേഹം അതെൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നതാണ് സ്നേഹം. അപ്പൊ സ്നേഹത്തിന്റെ ഫീലിംഗേ പോയുള്ളൂ. സ്നേഹം നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ സ്തോത്രം, സ്നേഹത്തിന്റെ ഫീലിംഗ് നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ ഭർത്താവ് ഭാര്യ ചെയ്യേണ്ടത് സ്തോത്രം ആപ്ലിക്കേഷൻ പറയാം, ലവ് ആക്ഷൻ ആണ്. സ്നേഹം വികാരമല്ല. സ്നേഹം എന്താണ്? പ്രവൃത്തിയാണ്. അപ്പോൾ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിയാൽ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഒരു ഭർത്താവ് ചിന്തിക്കുക, നമ്മൾ തമ്മിലുള്ള സ്നേഹമൊക്കെ കുറഞ്ഞല്ലോ, ഒരു ഫീലിംഗ് ഇല്ലല്ലോ, അവൾ എപ്പോഴും പരാതിപ്പെടുകയാണ്. ഭർത്താവ് ദൈവത്തിന്റെ വഴികൾ പഠിച്ച വ്യക്തിയാണെങ്കിൽ അതിനെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ആ ഫീലിംഗ് ഒന്ന് തിരിച്ചു പിടിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്താൽ സ്നേഹത്തിന്റെ ഫീലിംഗ് താനേ വരും. ഞാൻ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത ആക്ഷൻ, വിസ്ഡം ഈസ് ആക്ഷൻ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ, ആ വെളിപ്പാടിനെ ഞാൻ പ്രാക്ടിക്കലായി ചെയ്താൽ മാത്രമാണ് അത് സക്സസ് ആകുന്നത്. ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പക്ഷെ അവരൊന്നും പ്രാവർത്തികം ആക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു ഭർത്താവ് ചിന്തിക്കുക, ഇന്ന് എൻ്റെ ഭാര്യയ്ക്ക് അവൾ എപ്പോഴും പറയുന്നത്, എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഞാൻ അവർക്ക് സാധിച്ചു. അവൾ എപ്പോഴും പറയുക, അച്ഛാ എനിക്ക് കുറച്ച് സമയം വേണം, വേറെ ഒന്നും വേണ്ട, എനിക്ക് ഗിഫ്റ്റ് വേണ്ട, എന്നെ നല്ല ഹോട്ടലിൽ കൊണ്ടുപോകണ്ട, എനിക്ക് നല്ല ഡ്രസ്സൊന്നും വേണ്ട, അച്ഛത്തിന് എൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സംസാരിച്ചാൽ മതി, ഞാൻ പറയുന്നത് നല്ലൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഹല്ലേലൂയ. ഫീലിംഗ് നഷ്ടപ്പെട്ടു, എപ്പോഴും പരാതികളാണ്. പക്ഷേ ഈ പുരുഷൻ, ഈ ഭർത്താവ് തീരുമാനിക്കുക, എൻ്റെ ഭാര്യയുടെ ആവശ്യം, അവളുടെ ആവശ്യം ഞാനൊന്ന് നിവർത്തിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ സ്നേഹം? നിസ്വാർത്ഥമായി ഞാൻ മറ്റൊരു വ്യക്തിക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ലവ് ഈസ് എൻ ആക്ഷൻ വേർഡ്, ലവ് ഈസ് എ ചോയ്സ്. സ്നേഹം ഒരു തീരുമാനമാണ്. ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ചിന്തിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, എൻ്റെ ഭർത്താവിനെ മാനിക്കത്തില്ല, എപ്പോഴും എന്നോട് വെറുപ്പാണ്, എന്നെ ഇഷ്ടമല്ല. പക്ഷെ നിങ്ങളങ്ങ് ചിന്തിക്കുക, ഫീലിംഗ് പോയി. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ ഉടമ്പടിയുടെ ഭർത്താവാണ്, ഞാൻ ഉടമ്പടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഫീലിംഗ് എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിലും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്ത വിസ്ഡം, അതാണ് ജ്ഞാനം. എൻ്റെ ഭർത്താവ് വരുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഹാരം ഉണ്ടാക്കി കൊടുക്കാം. വരുമ്പോൾ ഞാൻ 2 നല്ല വാക്കുകൾ എൻ്റെ ഭർത്താവിനോട് പറയാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന റൊമാൻസിൻ്റെ ആ ഫയർ, എന്താ ആ സ്നേഹം, ആ ഫീലിംഗ് ഭയങ്കരമായിട്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ഒരു സഫലമായ കുടുംബം നമുക്ക് പണിഞ്ഞെടുക്കുവാൻ കഴിയുന്നത്? നമുക്കൊന്ന് പറയാം, ജ്ഞാനം, പരിജ്ഞാനം, വിവേകം. അതുകൊണ്ട് നമുക്ക് എത്രമാത്രം സ്തോത്രം വിവാഹ ജീവിതത്തെക്കുറിച്ചോ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. അത്രമാത്രം നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, അതിൽ മുന്നേറുവാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3-6 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന്, പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വരികയാ. ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവരോട് പറയുകയാണ്, പരീശന്മാര് കർത്താവിനോട് വന്ന് പരീക്ഷിച്ച് ചോദിക്കുക, ഒരു ചോദ്യം ചോദിക്കുക. എന്താണ്? ഒരു ചോദ്യം ചോദിക്കുകയാണ്.
ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ശരിയാണ്, വിഹിതമാണ്. By what reason can a man divorce his wife? ഏത് കാരണം ചൊല്ലി ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണ്. കർത്താവ് എങ്ങനെയാ മറുപടി കൊടുത്തത്? ആദിയിൽ. എല്ലാവരും പറഞ്ഞ ആദിയിൽ, ആരംഭത്തിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവരൊരു ദേഹമായി തീരും. ഹല്ലേലൂയ. ഇനി മേലാൽ അവർ രണ്ടല്ല, ഒരു ദേഹമത്രേ. ദൈവം യോജിപ്പിച്ചതിനെ. ഹല്ലേലൂയ. അപ്പോൾ യേശു എങ്ങനെയാണ് സ്തോത്രം പരീശന്മാരോട് സദുക്യരോട് ചോദ്യം ചോദിച്ചവരോട് പറഞ്ഞത്? ആദിയിൽ, ആരംഭത്തിൽ. അഖരമുയർത്തി നമുക്ക് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. വിവാഹം, കുടുംബം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തയിൽ തോന്നിയ ഒരു കാര്യമല്ല. അല്ല അല്ല അല്ല. അതുകൊണ്ട് തന്നെ സ്തോത്രം വിവാഹം സ്ഥാപിച്ചതാരാണ്? ദൈവം. ഹല്ലേലൂയ. ദൈവമാണ് വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാപകൻ. അക്കാര്യമുയർത്തി നമുക്ക് നന്നായി. ഹല്ലേലൂയ. മാരേജ് ഇസ് നോട്ട് മാൻസ് ഐഡിയ. മാരേജിനെ രൂപീകരിച്ചത്, മാരേജിന്റെ വിവാഹത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയത്, ഒരു സഫലമായ കുടുംബജീവിതത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയത് ആരാണ്? ഹല്ലേലൂയ. ഈ ദൈവവചനം എന്താണ്? നമ്മുടെ സൃഷ്ടിതാവിന്റെ മാനുവലാണ്. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും നമുക്ക് എന്തുണ്ട് ഇല്ലേ? ഈ TV നല്ലോണം പ്രവർത്തിക്കണമെങ്കിൽ ഒരു മാനുവലുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു കുടുംബജീവിതം സഫലമായി നമുക്ക് കെട്ടിപ്പണിയണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഇത് സൃഷ്ടിതാവിന്റെ മാരേജ് മാനുവലാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ മാനുവൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആരംഭത്തിൽ, യേശു പറഞ്ഞു ആരംഭത്തിൽ, ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ആണും പെണ്ണുമായി. ആണും പെണ്ണും. അപ്പോൾ ആണ് മാത്രമല്ല, ഒരു പുരുഷൻ മാത്രമല്ല ദൈവത്തെ പ്രതിബിംബിക്കുന്നത്, ഒരു സ്ത്രീ മാത്രമല്ല. അപ്പോൾ വിവാഹത്തിൽ ദൈവം എന്ത് ചെയ്തു? ഒരു സ്ത്രീയും പുരുഷനും വിവാഹബന്ധത്തിൽ ഒരുമിച്ച് വരുമ്പോൾ അവർ ദൈവത്തിന്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണമായി പ്രകടമാക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവം പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ. പുരുഷന്മാർ ചിന്തിക്കുന്നത് ഞാൻ മാത്രം മതി, സ്ത്രീകൾ ചിന്തിക്കുക അല്ല അല്ല അല്ല. ലോകം പറയുന്നത് സ്തോത്രം നീ വിവാഹം ഒന്നും കഴിക്കണ്ട ഇല്ലേ? പക്ഷെ വിവാഹത്തിന്റെ, കുടുംബജീവിതത്തിന്റെ രൂപരേഖ, അടിസ്ഥാനങ്ങളിട്ടത്, അത് സ്ഥാപിച്ചത്, അതിന്റെ സ്ഥാപകൻ, അതിന്റെ നായകൻ, ആ കാര്യം ഉയർത്തി നമുക്കൊന്ന് പറയാം. God is the author of marriage. God is the author of marriage. ദൈവമാണ് വിവാഹത്തിന്റെ നായകൻ, ഉടയവൻ. Marriage is a divine institution. ആര് തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് നീ സംശയിക്കേണ്ട. ഹല്ലേലൂയ. അത് മനുഷ്യന് ദൈവം വിട്ടു തന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം രൂപരേഖ. ഹല്ലേലൂയ. ഇന്ന് സമൂഹത്തിൽ നാം കാണുന്ന ഈ ഒരു പൈശാചിക ആക്രമണം, ദൈവത്തിന്റെ സംവിധാനത്തെ, ദൈവരാജ്യത്തിന്റെ സംവിധാനത്തെ, ഇന്ന് വിവാഹം എന്ന് പറയുമ്പോൾ എന്താ, യൗവനക്കാർക്ക് കൺഫ്യൂഷനാണ് ഇല്ല. ഇന്നിപ്പം ഇവിടെ തിരുവനന്തപുരത്ത് അത് വന്നോന്ന് അറിയത്തില്ല, പക്ഷേ കേരളത്തിലും ഭാരതത്തിലൊക്കെ പാശ്ചാത്യികമായ സംസ്കാരങ്ങൾ, സ്വതവും ഗൊമോറയിലുള്ള പാപങ്ങൾ അത് പെരുകുകയാണ്. ഇന്ന് വിവാഹം എന്ന് ചോദിക്കുമ്പോൾ എന്താ, ഇന്നിപ്പം ആര് തമ്മിലാണ് വിവാഹം? ചെറിയ കുഞ്ഞുങ്ങൾ, ചെറിയ ക്ലാസ്സുകളിൽ പോലും അങ്ങനൊരു കൺഫ്യൂഷൻ കൊണ്ടുവരികയാണ്. സ്വവർഗ വിവാഹങ്ങൾ എത്ര പേര് അങ്ങനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? പുരുഷനും അങ്ങനെ എത്ര പേര് കേട്ടിട്ടുണ്ട്? പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുകയാണ്. അത് ഒരു സംസ്കാരത്തിൽ, ഭാരതത്തിൽ പോലും എന്താ, അത് നേരത്തെ അത് ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോ പുരുഷനും വിവാഹം കഴിക്കാം, സ്ത്രീക്കും വിവാഹം കഴിക്കാം. അത് ശരിയോ തെറ്റോ? അതാര് പറഞ്ഞു? സ്തോത്രം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ സകലത്തെയും ആരംഭിച്ച ദൈവം, സകലത്തിനും അടിസ്ഥാനം. അപ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നാം ഇത് അറിഞ്ഞിരിക്കണം. ഇത് പുതിയ ട്രെൻഡ് അല്ല, പുതിയ ഫാഷൻ അല്ല. ഇത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന
സൊദോം ഗൊമോറയുടെ പാപങ്ങളാണ്. മനുഷ്യനത് വീണ്ടും ആവിഷ്കരിച്ച് അതിന് മോടി പിടിപ്പിച്ച് ഇന്ന് ദൈവത്തിന്റെ സംസ്കാരത്തെയും സംവിധാനത്തെയും ദൈവത്തിന്റെ സത്യങ്ങളെയും വചനത്തിന്റെ സത്യങ്ങളെയും അത് കോട്ടിക്കളയുവാൻ പ്രവർത്തിക്കുന്ന പൈശാചികമായ പദ്ധതികളാണ്. അപ്പൊ അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ആരംഭത്തിൽ ദൈവം വിവാഹത്തിന് ഒരു രൂപരേഖ ഉണ്ടാക്കി. ഹല്ലേലൂയ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് ഞാൻ അവന് തക്ക തുണ. ആ ഭാര്യയുടെ കൈ ഒന്ന് പിടിച്ചു പറയാമോ? നീ എൻ്റെ തക്ക തുണയാണ്. ഈ മൈ സ്യൂട്ടബിൾ ഹെൽപ്പർ. ഹല്ലേലൂയ. എൻ്റെ തക്ക തുണയാണ്. ഹല്ലേലൂയ. തക്ക തുണ ഒന്ന് പറയാം. നമുക്കത് വീണ്ടും പറയാം. നീ എൻ്റെ തക്ക തുണയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അത് ദൈവത്തിന് നന്നായി തോന്നി. ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം തന്റെ വിവാഹത്തിന് അടിസ്ഥാനമിട്ടു. അതുകൊണ്ട് ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേർന്ന് അവർ ഒരു ദേഹമായി തീരും. സ്വത്രം. അവർ നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയതുമില്ല. വിവാഹത്തിന് ദൈവം ദ 4 ഫൗണ്ടേഷൻസ് ഫോർ എ സ്ട്രോങ് മാരേജ്, 4 തത്വങ്ങളാണ് ആ ഭാഗങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം കുറിച്ചെടുത്തവർക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം അങ്ങനെ നിട്ടാൽ മതി. ദൈവമാണ് വിവാഹത്തെ, സ്ത്രീയും പുരുഷനും വിവാഹബന്ധത്തിൽ ഒന്നായി ദൈവത്തിന്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും പൂർണ്ണമായി. ഹല്ലേലൂയ. വിവാഹം ഒരു പുരുഷനും ഭാര്യയും തമ്മിൽ ഒരു ജീവിതകാലം മൊത്തം ദൈവത്തിന്റെ വിശുദ്ധ വിവാഹ ഉടമ്പടിയിൽ. വിവാഹം ഒരു കോൺട്രാക്ട് ബന്ധമല്ല. ഇന്ന് പറഞ്ഞ നാളെ അതിനെ മാറ്റിക്കളയുവാൻ, കീറിക്കളയുവാൻ നമുക്ക് അവകാശമില്ല. മാരേജ് ഇസ് എ കവനന്റ് ഫോർ ലൈഫ്. മാരേജ് ഇസ് വിവാഹം ഒരു ഉടമ്പടിയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകളും വിള്ളലൊക്കെ വന്നെങ്കിൽ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അത് നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കാം. അതിൽ നമുക്ക് അടിസ്ഥാനപ്പെടാം. ഹല്ലേലൂയ. ദൈവമാണ് ദൈവരാജ്യത്തിൻ്റെ രൂപരേഖ, വിവാഹത്തിൻ്റെ രൂപ. God is the author. ദൈവം പറയുന്നു വിവാഹം എന്താണെന്ന്. ദൈവമാണ്. മാരേജ് ഇസ് ഗോഡ്സ് ഡിസൈൻ. ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ജീവിതകാലം മൊത്തം പരസ്പരം വിശ്വസ്തരായി വിശുദ്ധ വിവാഹ കോൺട്രാക്റ്റിലല്ല, വിശുദ്ധ വിവാഹ ഉടമ്പടിയിൽ. അത് സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ഹല്ലേലൂയ, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും മരണം വേർപിരിക്കുന്നവരെ ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും. ഇറ്റ്സ് എ ലൈഫ് ലോങ് ഇർറിവോക്കബിൾ കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭാര്യ ഭർത്താവ് നിങ്ങളുടെ കൈകളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. ഒരു സഫലമായ കുടുംബജീവിതം കെട്ടിപ്പണിയണമെങ്കിൽ, ഒരു മാധുര്യമേറിയ സ്വർഗതുല്യമായ സമാധാനവും സന്തോഷവും വാഴുന്ന ഒരു കുടുംബജീവിതം കെട്ടിപ്പണിയണമെങ്കിൽ അത് യാദർശികമായി സംഭവിക്കുകയില്ല. അതിന് ജ്ഞാനം, പരിജ്ഞാനം, വിവേകം വേണമെന്നും അങ്ങയുടെ വഴികൾ ഞങ്ങൾ തിരിച്ചറിയണമെന്നും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ, വഴികളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബജീവിതമായിരിക്കണമെന്ന് ഞങ്ങൾ കേട്ടു. കർത്താവേ, ആരംഭത്തിൽ ആദിയിൽ അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി. മനുഷ്യനേകനായിരിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങ് തന്നെ വിവാഹത്തിന് അടിസ്ഥാനമിട്ട് ആദ്യ മനുഷ്യനായ ആദാമിനെ അവയോട്, കർത്താവേ സ്തോത്രം, ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ ഒന്നാക്കി വിവാഹ ഉടമ്പടിയിൽ അവരെ പവിത്ര ബന്ധത്തിൽ എന്നിട്ട് ഹോളി വിശുദ്ധമായ ആ കരം നിങ്ങൾ ചേർത്തൊന്ന് പിടിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനം കേൾക്കുന്നു കർത്താവേ. ഞങ്ങൾ കേട്ടു ഞങ്ങൾ അങ്ങയുടെ വചനം കേട്ടു കർത്താവേ. ഹല്ലേലൂയ. മരണം ഞങ്ങളെ വേർപിരിക്കുന്നവരെ കർത്താവേ സ്തോത്രം, വിശ്വസ്തനായിരിക്കുവാൻ, ഈ ബന്ധം മുറിക്കുവാൻ പാടില്ല. ഈ ബന്ധം മുറിക്കുവാൻ പാടില്ല. ഈ ബന്ധം നിലനിൽക്കണമെന്ന് അങ്ങയുടെ ഹിതമാണ്, അങ്ങയുടെ ഇഷ്ടമാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ സംസ്കാരങ്ങൾ കർത്താവേ അങ്ങയുടെ സംവിധാനത്തെ മാറ്റുവാൻ, അങ്ങയുടെ വചനത്തെ മാറ്റുവാൻ പൈശാചികമായി പ്രവർത്തിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ഹല്ലേലൂയ, ഒരു സഭയായി, ഒരു കുടുംബമായി അല്ല 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 സമൂഹം എന്ന് പറഞ്ഞാലും, സംസ്കാരം, ഇന്ന് ലോകത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാലും, ഇന്നത്തെ ഫാഷൻ ട്രെൻഡുകൾ എന്ന് പറഞ്ഞാലും, ഇന്ന് ആരൊക്കെ ദൈവത്തിന്റെ സംവിധാനത്തെ മാറ്റി എഴുതുവാൻ, വിവാഹത്തെ മാറ്റി എഴുതുവാൻ നോക്കിയാലും, വിവാഹം ദൈവത്താൽ രൂപീകരിക്കപ്പെട്ട ഒരു പവിത്രമായ വിശുദ്ധമായ ഉടമ്പടിയാണെന്ന്, അതൊരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണെന്നും, അതുകൊണ്ട് ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരുമെന്നും, ഹല്ലേലൂയ, അവർ ഒന്നായിത്തീരും. അവർ രണ്ടല്ല,
അവരൊന്നായി തീരും, അവരൊന്നായി തീരും, അവരൊന്നായി തീരും, ഒരു ദേഹമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. മനുഷ്യരല്ല യോജിപ്പിച്ചത്, ഒരു സഭയല്ല യോജിപ്പിച്ചത്, ഒരു പാസ്റ്ററല്ല യോജിപ്പിച്ചത്, ദൈവം യോജിപ്പിച്ചതിനെ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്കെന്ന് പറയാം, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അതെ, നരകത്തിന്റെ ഒരു ശക്തിക്കും ഞങ്ങളുടെ ബന്ധത്തെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനം നൽകുന്ന ആ അധികാരത്തിൽ ഞങ്ങൾ സംസാരിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ.